ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാം. ജീരകവും അതേപോലെ തന്നെ ഉലുവ, കറുവപ്പട്ട അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂട്ടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2.5 തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് നല്ലപോലെ കുക്ക് ആവുന്നത് വരെ അടിച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേനും ഞാൻ അതിലേക്ക് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഒരു ഹാഫ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനാണ് ഞാൻ ക്യാപ്സിക്കം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പുട്ടിൻ്റെ കൂടെ അതേപോലെ തന്നെ നമ്മുടെ അരിപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.